ഞാൻ ആർക്കിടെക്ചറിൽ എക്സ്റഫ് ഡ്രോയിങ്ങിൻ്റെ പാത്ത് സേവ് ചെയ്തിരിക്കുന്ന പാത്ത് പറയാൻ കാരണം ആ സേവ് ചെയ്തിരിക്കുന്ന ആർക്കിടെക്ചറിൻ്റെ പാത്തിൽ നിന്ന് അത് കട്ട് ചെയ്ത് വേറെ ഏതെങ്കിലും ഒരു ലൊക്കേഷനിലോട്ട് അത് മാറ്റി പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആർക്കിടെക്ചർ ഡ്രോയിങ് ഉണ്ട് അതിൻ്റെ പുറത്ത് നമ്മൾ വരച്ച HVAC ഡ്രോയിങ് പിന്നെ ഏതാണ്ട് ഇങ്ങനെയായിരിക്കും കാണാതിരിക്കുന്നത്. ആർക്കിടെക്ചറിൻ്റെ പാത്ത് കമ്പ്യൂട്ടർ മറന്നു പോയാൽ പിന്നെ അത് ഏതാണ്ട് കാണാൻ ഇങ്ങനെയായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആർക്കിടെക്ചറൽ ഫയലിൻ്റെ പാത്ത് മാറ്റി പിന്നെ തിരിച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ അത് വീണ്ടും ആർക്കിടെക്ചറൽ ഫയൽ വന്ന് കിടക്കും. പക്ഷേ കമ്പ്യൂട്ടർ അതിൻ്റെ പാത്ത് മറന്നാൽ ആർക്കിടെക്ചറൽ ഫയൽ മിസ്സായി പോയാൽ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. ഗായ്സ്, ഞാൻ പറഞ്ഞ പോലെ അത് ആർക്കിടെക്ചറൽ എക്സ്റഫ് നോട്ട് ഫൗണ്ട് എന്ന് കാണിക്കും. അങ്ങനെ അതിൻ്റെ പാത്ത് ലൊക്കേഷൻ പാത്ത് മാറിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് മാറ്റാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഏക കാര്യം പുതിയ പാത്ത് നമ്മൾ കമ്പ്യൂട്ടറിന് അസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. കണ്ട ഇവിടെ ഞാനിപ്പോൾ സേവ്ഡ് പാത്ത് എക്സ്റഫ് ഫയലിൻ്റെ സേവ്ഡ് പാത്ത് ദാണ്ട് ഈ കിടക്കുന്നതാണ്. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ 3 ഡോട്ടിൽ അമർത്തിയാൽ നമുക്ക് അതിൻ്റെ എക്സ്റഫിൻ്റെ പാത്ത് നമ്മൾ പുതിയതായിട്ട് എങ്ങോട്ടാണോ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ടത് അവിടെ പോയിട്ട് നമുക്ക് അതൊന്നും കൂടെ അസൈൻ ചെയ്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അത് വരും. അപ്പോഴത്തേക്ക് നേരത്തെ കണ്ട നോട്ട് ഫൗണ്ട് മാറി ലോഡഡ് ആയിട്ട് കാണാൻ പറ്റും എക്സ്റഫ് ഫയലിൻ്റെ ലൊക്കേഷൻ. ഗൈസ്, അപ്പം നമ്മൾ ഈ എക്സ്റഫിൻ്റെ ഈ പ്രോബ്ലം ഉണ്ടല്ലോ, നമ്മൾ എക്സ്റഫിൻ്റെ പാത്ത് ലൊക്കേഷൻ ചെയ്ത് പിന്നെ പാത്ത് അസൈൻ ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ ഫയൽ സൈസ് കൂടും. അത് ഒബ്വിയസ് ആണ്. അപ്പോൾ ഇത് അപ്പുറത്തെ സൈഡിൽ അതർ എൻഡ് ഇരിക്കുന്ന ആളുടെ കയ്യിൽ എക്സ്റഫ് ഫയൽ മിസ്സാവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ എക്സ്റഫ് ഉണ്ട്, അവർക്ക് എക്സ്റഫ് കിട്ടാതെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2 ഓപ്ഷനാണ്. ഒന്ന് ട്രാൻസ്മിറ്റിങ്, രണ്ടാമത്തത് എക്സ്റഫ് ബൈൻഡിങ്. നമുക്ക് കിട്ടിയ MEP സർവീസസ് നമ്മൾ എക്സ്റഫും കൂടെ ബൈൻഡ് ചെയ്ത് നമ്മൾ MEP സർവീസ് എക്സ്റഫ് ഫയലും കൂടെ ബൈൻഡ് ചെയ്ത് അയച്ചു കൊടുക്കുകയാണ് ഒരു പരിപാടി. രണ്ടാമത്തെയാണ് ട്രാൻസ്മിറ്റിങ്. രണ്ടും നമുക്ക് എന്താണെന്ന് നോക്കാം. അതിനാദ്യം നമ്മൾ ETAR ട്രാൻസ്മിറ്റ് കമാൻഡ് കൊടുക്കുക, എൻ്റർ അടിക്കുക. ഡ്രോയിങ് ഇസ് നോട്ട് യു വാണ്ട് ടു സേവ് കറണ്ട് ബിഫോർ യെസ് കൊടുക്കുക. അപ്പോൾ ട്രാൻസ്മിറ്റിങ്ങിൻ്റെ ഡയലോഗ് ബോക്സ് വരും. ഗൈസ് കണ്ട, അപ്പോൾ ട്രാൻസ്മിറ്റിംഗ് ഡയലോഗ് ബോക്സിനകത്ത് ഇത്രയും സാധനം വന്നിട്ടുണ്ട്. കറണ്ട് ഡ്രോയിങ് A1 ഷീറ്റ് ഫോർ ക്ലാസ്, അതാണ് നമ്മുടെ ഡ്രോയിങ് ഫയൽ. പിന്നെ ഒരു JPG, ഒരു FDMR 50mm1K എന്ന് പറഞ്ഞൊരു FCUവിൻ്റെ പടം നമ്മൾ എടുത്ത് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പ്ലോട്ടർ കോൺഫിഗറേഷൻ PDF ഹൈ ക്വാളിറ്റി, പിന്നെ എക്സ്റ്റേണൽ റെഫറൻസ്, ആർക്കിടെക്ചർ എക്സ്റഫ് ഫയൽ. ഇത് അൺചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ആ ഫയൽ കാണില്ല. അപ്പോൾ നമുക്ക് ഈ സെക്ഷനിൽ ആവശ്യമുള്ള നോട്ട്സൊക്കെ കൊടുക്കാം. ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ് ഫയൽ ഒരു WinRAR ഫയലായിട്ട് കംപ്രസ് ചെയ്ത് അയക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യമുള്ള എക്സ്റഫ് അറ്റാച്ച്ഡ് ബേസ് 000 പറഞ്ഞുള്ള നോട്ട് നമുക്ക് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുത്തതിന് ശേഷം ഫയൽ ലൊക്കേഷൻ എവിടെ സേവ് ചെയ്യണമെന്ന് ചോദിക്കും. അതിന് നമുക്ക് ഈ കാണുന്ന പോലെ ട്രാൻസ്മിറ്റ് സ്റ്റാൻഡേർഡ് സിപ്പ് എന്നും പറഞ്ഞ് പേര് കൊടുത്തിട്ട് സേവ് ചെയ്യാം നമ്മുടെ ആവശ്യമുള്ള ലൊക്കേഷൻ. ആ ഫയൽ ഇതുപോലെ HVAC ട്രാൻസ്മിറ്റ് സ്റ്റാൻഡേർഡ് സിപ്പ് ഫയലായിട്ട് കിടക്കും. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ WinRAR WinZip-ൻ്റെ അകത്ത് ഇങ്ങനെ കിടക്കും കംപ്രസ്ഡ് ഫയൽസ്.